ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. സ്മാർട്ട് വാച്ചുകളെ കുറിച്ച് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഫോണുകളെയായിരുന്നു സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഒട്ടുമിക്ക ഉപകരണങ്ങളെല്ലാം തന്നെ സ്മാർട്ടാണ്. അതിലൊന്നാണ് സ്മാർട്ട് വാച്ച്. ഇന്നിപ്പോൾ നമ്മുടെ ഡെയിലി ഫിറ്റ്നസ് റൂട്ടീനൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കൂടുതലായിട്ടും സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിലുള്ളതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ കൂടെ സാധിക്കും. അതായത് ഇപ്പം നമ്മൾ കോൾ വന്നു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതെ തന്നെ നമുക്കത് അറ്റൻഡ് ചെയ്യാനും അതുപോലെ കട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇന്ന് സ്മാർട്ട് വാച്ചുകളിലുണ്ട്. അതുപോലെ തന്നെ മീഡിയ മാനേജ്മെന്റും ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളിൽ പലരും ഓൾറെഡി ചിലപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ചുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇന്ന് മാർക്കറ്റിൽ ഇപ്പം ആപ്പിളിൻ്റെ വാച്ചുകൾ, അതുപോലെ സാംസങ് ഗാലക്സി സ്മാർട്ട് വാച്ച്, അതുപോലെ ഹുവാവേയുടെ വാച്ചുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ കുറച്ച് ഡേയ്സ് ആയിട്ട് ഷവോമിയുടെ മീ വാച്ചുകളെ കുറിച്ച് അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഷവോമിയുടെ MI ബാൻഡുകൾ ഓൾറെഡി ഉണ്ട്, എന്നാൽ ഇപ്പോൾ അവർ സ്മാർട്ട് വാച്ചുകളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചൈനയിൽ ബെയ്ജിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിലായിരുന്നു അവർ ഇത് ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തതും സ്മാർട്ട് വാച്ചുകൾ അവതരിപ്പിച്ചതും. അതിൽ മീ TV5 സീരീസും മീ TV5 Pro സീരീസും മീ CC9 Pro സീരീസുകളുമാണ്. ഈ മോഡൽസാണ് അവർ അവിടെ അവതരിപ്പിച്ചത്. മീ വാച്ചിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 13,000 റുപ്പീസ് ആണ്. ഇതിൽ തന്നെ 2 വേരിയൻസ് ആയിട്ടാണ് ഇവർ പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് ഒന്ന് സിലിക്കൺ സ്ട്രാപ്പോട് കൂടിയതും മറ്റൊന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രാപ്പോട് കൂടിയതും. ഇതിൽ ഹൈ വേരിയന്റിന്റെ പ്രൈസ് നമ്മളൊരു ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ 20,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷവോമിയുടെ മീ വാച്ചിന്റെ ഡിസൈൻ നമ്മൾ ആപ്പിൾ വാച്ചുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നോട്ടിഫിക്കേഷൻസ്, ഇമെയിൽസ് ഒക്കെ വായിക്കാൻ സൗകര്യത്തിന് വലിയ ഡിസ്പ്ലേ ആണ് മീ വാച്ചിൽ ഉള്ളത്. അതായത് സ്ക്വയർ ടൈപ്പ് ആണ് ഡിസ്പ്ലേ വരുന്നത്. 1.78 ഇഞ്ചസ് വലിപ്പമുള്ള അമോലഡ് ഡിസ്പ്ലേ ആണ് വാച്ചിന് വരുന്നത്. 326 ppi ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. 570 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് ഈ ഒരു വാച്ചിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ ചാർജിൽ കുറെ ദിവസം വാച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. GPS, വൈഫൈ, NFC, ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റിംഗ് തുടങ്ങി നിരവധി ഫീച്ചേഴ്സ് ഈ വാച്ചിൽ അവൈലബിൾ ആണ്. MIUIയുടെ സ്കിന്നോട് കൂടിയ വിയർ OS ആണ് ഈ വാച്ചിൽ വരുന്നത്. മറ്റ് സ്മാർട്ട് വാച്ചുകളെക്കാളും കുറെ കൂടെ പുതിയ സവിശേഷതകൾ ഉൾപ്പെടുത്തിയാണ് മീ വാച്ച് പുറത്തിറക്കിയത് എന്ന് തീർച്ചയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വരുന്ന വീഡിയോസിൽ ഞങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട്. ബൈ.